ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ണിന്റെ ഹാപ്പി ബർത്ത്ഡേ നാളാണ്. അപ്പോൾ ഞങ്ങള് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, പോവാ. ബായ്. അപ്പൊ എല്ലാവർക്കും എനിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറ. ആണ് ഉണ്ണിന്റെ ഡ്രസ്സ് കാണിക്ക് നോക്കട്ടെ. ഡാഡീസ് ഗേൾ. സൂപ്പർ സൂപ്പർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മോളുടെ നക്ഷത്രം വന്നിട്ട് മക നക്ഷത്രമാണ്. അപ്പോൾ എല്ലാവരും പറയും മകം പിറന്ന മങ്ക എന്നൊക്കെയാണല്ലോ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോയി അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. ഒക്ടോബർ 3 മോളുടെ ബർത്ത്ഡേ. 3 വയസ്സായിട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ല. അപ്പോൾ സെലിബ്രേഷൻ കുറച്ച് സിമ്പിൾ ആക്കാനായിരുന്നു പ്ലാൻ, ജസ്റ്റ് ഫാമിലി ഫംഗ്ഷൻ മാത്രമായിട്ട്. അവൾക്ക് സെലിബ്രേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കേക്ക് മുറിക്കുക അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. പൊട്ടിക്കാൻ പോകണം. അപ്പോൾ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മോളുടെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു. പക്ഷെ മുഖത്തൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊരിക എഴുതി കൊടുക്കാൻ ട്രൈ ചെയ്യായിരുന്നു. എല്ലാരും പിങ്കിലാണ്. എന്റെ പയ്യനെ ആശ എവിടെ അമ്മ എവിടെ? ആശമ്മ എവിടെ? മേക്കപ്പ് ചെയ്തിട്ടാണോ? എവിടെ എന്തോ റെഡിഷ്. അപ്പോൾ ഏകദേശം എല്ലാവരും എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളിലൊക്കെ കുറച്ച് തിരക്കായി. പക്ഷെ അതിന് പുറമേ കേക്ക് കുറച്ച് ഡിലേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷനും കുറച്ച് ഡിലേ ആക്കി. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഡെക്കറേഷൻ ചെയ്യായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഡെക്കറേഷനെല്ലാം വേഗം തീർത്തു. നമ്മുടെ ഫാമിലി ഒരു ചേച്ചി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം ഇല്ലേ ദിയ കൃഷ്ണനെ പോലെ അല്ലേ? എന്തല്ലേ അടുത്ത് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണിക്കണ്ടേ? ഏതൊക്കെ ഫിലിമിലാണ് മാഡം അഭിനയിച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ പുതിയതായിട്ട് അഭിനയിച്ചത് ഈഡിയാണ്. അടുത്ത റിലീസ് ആവാൻ പോകുന്നത്. മേഡം ഞാൻ ഓർക്കട്ടെ. അടുത്തതായിട്ട് എന്റെ റിലീസ് ആവാൻ പോകുന്ന സിനിമ. ദിലീപിന്റെ സിനിമയിലോ? ചാൻസ് വേണം ഫിലിമില് ചാൻസ് ഹലോ. അപ്പോൾ ഞങ്ങൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വേഗം കേക്ക് കട്ട് ചെയ്ത് ചിലർക്ക് ഹാഫ് ഡേ ലീവൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കേക്ക് നല്ല ഡിലേ ആയിട്ടു. 11 o'clock പ്ലാൻ ചെയ്ത് 2 o'clock ആയി കേക്കൊക്കെ എത്താൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബോറടിക്കാൻ തുടങ്ങി. കുറേ സമയം ഇരുന്ന് വെയിറ്റ് ചെയ്തപ്പോൾ പിള്ളേരൊക്കെ ബോറടിച്ച് തുടങ്ങി. ഏകദേശം എല്ലാവരും കൂടി ഡെക്കറേഷനൊക്കെ വേഗം ഇതാക്കി. ഇതൊക്കെയാണ് ഫൈനലി ഡെക്കറേഷൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഞാനിത് മീഷോന്ന് ഓർഡർ ചെയ്തായിരുന്നു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. സംഭവം വെറുതായി എനിക്ക് തോന്നി. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള പ്ലാനായിരുന്നു. എനിക്ക് എപ്പോഴും കിട്ടിത്തരും. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. കാരണം വേറെ നിവൃത്തിയില്ല. കേക്ക് വരെ നല്ല ലേറ്റായി. അവൾക്കും ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് എത്തി. അപ്പോൾ കേക്കിൻ്റെ സ്പെഷ്യൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ് തീം വെച്ചിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് കേക്ക് വന്നു. ഫുഡ് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ കേക്ക് വന്നതും ബാക്കിൽ തന്നെ ഫുഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
തുറക്കട്ടെ. കേക്ക് ഏതാണ് പറയൂ, ജൂനിയർ ആർട്ടിസ്റ്റ്. കേക്ക് എന്താന്ന് മാഷ എന്റെ ബിയറിന്റെ കേക്കാണ് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഉണ്ണി ഇത് കിട്ടാ. കാരണം ഇത് 2-3 സ്വത്തോ സ്വത്തോ കേക്ക് ഇഷ്ടായ? കേക്ക് വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. വേഗം ഒന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. ആരും തൊടാൻ പോലും സമ്മതിക്കണ്ടായിരുന്നു കേക്കിൻ്റെ അടുത്ത് നിന്നിട്ട്. അപ്പോൾ അവൾ വേഗം കട്ട് ചെയ്യണം എന്നുള്ള അതിൽ ഇങ്ങനെ നിൽക്കും. അവൻ ഓൾറെഡി പൊട്ടിച്ചത്. അല്ല അവിടെ പൊട്ടിച്ചത് നന്നായി ഉണ്ണി, അത് നന്നായി. അല്ലെങ്കിൽ ഇവിടെ കേക്ക് മൊത്തം ഉണ്ടായിട്ടില്ല. അതാ കൊടുക്കും എല്ലാവരും കൊടുത്തു. അമ്മോ ഓരോരുത്തർ വാ. അവള് മുട്ടായി പേപ്പറോട് കഴിക്കുന്നു. പൊട്ട് കാണിക്കുന്നു. ഇവരാരും വാങ്ങാൻ പോകും. അമ്മയോ അമ്മ കൊടുത്താ രണ്ടു കൊടുത്തിട്ട് വാ. അത് നെൽത്തായില്ല സംഭവം. താങ്ക് യു പറ. താങ്ക് യു പറ. ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് തലശ്ശേരി ബിരിയാണിയും ചിക്കൻ കറിയും സാലഡ്, അതിൻ്റെ മസാല കറി, പിന്നെ അച്ചാർ, കുറച്ച് ചെറിയൊരു ഐറ്റംസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കുട്ടി മേനെ പുതിയ ഡ്രസ്സ് ഇട്ടപ്പോഴില്ലേ വേണ്ട ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആവുന്നു. ഉണ്ണി എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ടടാ സുത്തോ? സൂപ്പർ ആയിട്ടാ? എങ്ങനെയുണ്ടമ്മോ? സൂപ്പർ. എന്താ ലാപ്ടോപ്പ് ഇതില് കാണണ്ടല്ലോ ഉണ്ണിനെ. ഞാൻ വർക്കിന് പോണത് തന്നെ അവള് ഒറ്റയ്ക്കന്നെ ഭക്ഷണം കഴിക്കാൻ, അതുകൊണ്ട് പിന്നെ ഏത് ഫംഗ്ഷന് പോയാലും അവൾ ഒറ്റയ്ക്കന്നെ കഴിക്കണം എന്നുള്ള വാശിയാണ്. അപ്പോൾ അതിൽ വലിയ ആൾക്കാർ കഴിക്കുന്ന പോലെ പ്ലേറ്റിലൊക്കെ എടുത്ത് എല്ലാം എടുത്ത് കറക്റ്റായി കഴിക്കും കേട്ടോ.
അങ്ങനെ ഇത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ വീട്ടിൽ നിന്ന് വന്നതല്ല പോകാൻ നിൽക്കുന്നു. ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വന്നതായിരുന്നു ചേച്ചിയൊക്കെ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ചേച്ചിയൊക്കെ എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇതാ ഫുഡിൻ്റെ ആൾക്കാർ വന്ന് പേയ്മെൻറ്റൊക്കെ സെറ്റിൽ ചെയ്ത ശേഷം ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. ഓക്കെ, ബൈ, ടേക്ക് കെയർ.